Hi my dear friends, welcome to my channel Creative Artwork. In stitched blouse മേലെ ഡിസൈൻ ചെയ്യുന്ന കാണിക്കുന്നു. നമ്മൾ സ്റ്റിച്ച് ബ്ലൗസ് എടുത്തിട്ടുണ്ട്. ഇനി ആ നെക്കിന്റെ ആ സൈഡിൽ ഗ്ലൂ തേച്ച് കൊടുക്കുന്നു. സൈഡിലേക്ക് കൂടെ കഴുത്തിന്റെ ഫുൾ റൗണ്ട് ആയിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇത് ഫുൾ ആയിട്ട് തേച്ച് കൊടുത്തതിന് ഞാൻ ബോൾ ചെയിൻ ആണ് അതിന്റെ മേലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു. ഫസ്റ്റ് ലൈൻ ബോൾ ചെയിൻ വെച്ച് കൊടുക്കുന്നു. ആ ഗ്ലൂ തേച്ചതിന്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ആ ബോൾ ചെയിനിന്റെ അരുവത്തേക്ക് കൂടെ ഒരു ലൈനും കൂടെ ഗ്ലൂ തേച്ച് കൊടുക്കുന്നു. ഇത് അടുപ്പിച്ചിട്ട് തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. ഫുള്ള് റൗണ്ടായിട്ട് തേച്ച് കൊടുക്കുന്നു. ഇത് ഫുള്ള് റൗണ്ടായിട്ട് തേച്ച് ഇത് ലേസാണ്, ഉരുണ്ട ലേസ്. അത് ഞാൻ ആ സൈഡിൽ ആ ബോൾ ചെയിനിൻ്റെ അടുപ്പിച്ചിട്ട് തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നു. ബോൾ ചെയിനിൻ്റെ അടുത്ത് തന്നെ ഒട്ടിച്ചു കൊടുത്തത് റൗണ്ടായിട്ട്. അത് ഈ ലേസ് അത് ഗ്ലൂവിൻ്റെ മേലെ ഒട്ടാൻ കുറച്ച് വിഷമമാണ്. അതൊന്ന് അമർത്തിയിട്ട് സൈഡിലേക്ക് കൂടെ വെച്ചിട്ട് വെക്കണം. രണ്ടും അടുപ്പിച്ചിട്ട് ഇനി ഒരു ലൈനും കൂടെ ഞാൻ ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. ബ്ലൗസിന് നെക്കിന് 3 ലൈനാണെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ ആ ബ്ലൗസിന് ഒരു ഗ്രാൻഡ് ലുക്ക് ഉണ്ടാവും. അതിന് ബോൾ ചെയിനാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഒരു ലൈനെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലൗസിന് ഒരു അത്ര നല്ല ഒരു ഇതുണ്ടാവില്ല. 3 ലൈനെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസിന് ഒരു ഗ്രാൻഡ് ലുക്ക് ഉണ്ടാവും. ഇപ്പം 3 ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ബോൾ ചെയിനും ഒരു ലേസും പിന്നെ അടുത്തത് ഒരു ബോൾ ചെയിനും കൂടെയാണ് വെച്ചിട്ടുള്ളത്. ഇനി അത് 3ഉം കൂടെ കൂട്ടിയിട്ട് സാധാരണ സൂചി നൂലും എടുത്തിട്ട് തുന്നി കൊടുക്കാം. ആ ലേസ് ആ ഗ്ലൂവിൻ്റെ മേലെ നിൽക്കാൻ കുറച്ച് വിഷമമാണ്. ചില സമയത്ത് അത് ഇളകിപ്പോവും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ ഇളകി പോകുന്നില്ല. ഇത് ഫുള്ളായിട്ടുണ്ട്. ഇനി അടുത്തത് സൂചി ആ ലേസിന് അടുത്തേക്ക് കൊണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഗോൾഡൻ കളർ ബീഡ്സാണ് 3 കോർത്ത് കൊടുക്കുന്നത്. അത് 3 കോർത്തിട്ട് ഇതുപോലെ സൂചി ആദ്യത്തെ ബീഡിൻ്റെ അടുത്തേക്ക് സൂചി കുത്തിയിട്ട് എടുക്കണം. അടുത്തതിന് 2 ഗോൾഡൻ കളർ ബീഡ്സാണ് കോർക്കുന്നത്. ഇതുപോലെ അതിൻ്റെ താഴെ 1 ഒരു മുന്തിരിങ്ങ കൊല പോലത്തെ ഒരു ഡിസൈനാണ്. അതിൻ്റെ ഏറ്റവും മേലെ സൂചി കൊണ്ടുവന്നിട്ട് ആ താഴത്തെ 2 ബീഡിന് നടുക്കേ കൂടെ 2 ബീഡിന് നടുക്കേ ഒരു ലോക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇനി കുറച്ച് സ്പേസ് വിട്ടിട്ട് ആണ് അടുത്തത് ചെയ്യാൻ സൂചി കുത്താൻ. 3 ബീഡ്സ് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ സൂചി കുത്തി കൊടുക്കണം താഴേക്ക്.
ഇനി അടുത്തത് 2 ബീഡ് ഇട്ട് കൊടുക്കണം. 2 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ താഴെ 1 ബീഡും കൊണ്ട് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് മേലെ സൂചി കുത്തി എടുത്തിട്ട് കുത്തിയിട്ട് ഒരു ലോക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് സ്പേസ് കൂട്ടിയിട്ട് വേണം ചെയ്യാൻ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ താഴെ കാണിക്കുന്ന ബെൽ ബട്ടൺ ഐക്കണും കൂടെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. കുറച്ച് സ്പേസ് കിട്ടിയിട്ട് വേണം ഒരു വർക്ക് ചെയ്യാൻ. എന്നിട്ട് ഒരു ലോക്ക് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. ഇതുപോലെ കഴുത്തിന് റൗണ്ടായിട്ട് ഫുൾ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ആ രണ്ടിൻ്റെയും വർക്കിൻ്റെ ഇടയ്ക്ക് സ്റ്റോൺ വെച്ച് കൊടുക്കാനാണ്. മേലെ റൗണ്ട് സ്റ്റോണും താഴെ വരെ നീണ്ടതും മേലെ റെഡാണ് വെക്കുന്നത്. താഴെ ഒരു സിൽവറും ഇതുപോലെ ആ വർക്ക് ചെയ്തതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ഥലമില്ല, അതിൻ്റെ ഇടയ്ക്കാണ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്താ ഇനി ആ ബോഡി പാർട്ടിൽ ഞാനിത് ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്. 2 ബീഡ്സ് കോർത്തിട്ട് 2 ബീഡ്സ് ഇട്ടിട്ട് ആ 2 ബീഡിൻ്റെ നടുക്കി കൂടെ താഴെ സൂചി എടുത്തിട്ട് ഇനി താഴെ ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നു. സൂചി കുത്തിയിട്ട് ഇപ്പുറത്തേക്ക് എടുത്തിട്ട് അവിടെ ഒരു ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നു. ഈ ഒരു ഡിസൈന് ബ്ലൗസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈന് ഇപ്പം വർക്കെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഇത് ബ്ലൗസ് ഫൈനൽ ലുക്ക് ചെയ്ത ബ്ലൗസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത വർക്കും താങ്ക് യു.